നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വൈദ്യുതി ബില്ലുകൾ 6% വർദ്ധിച്ചേക്കാം. 2025-26, 26-27, 27-28 എന്നീ 3 വർഷങ്ങളിൽ തുടർച്ചയായി താരിഫ് വർധനവ് നടപ്പിലാക്കാനുള്ള ഗോവ വൈദ്യുതി വകുപ്പിന്റെ നിർദ്ദേശം ജോയിന്റ് ഇലക്ട്രിസിറ്റി കമ്മീഷൻ അംഗീകരിച്ചാൽ ഈ സാമ്പത്തിക വർഷം മുതൽ ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ വൈദ്യുതി ബില്ലുകളിൽ ഏകദേശം 6% വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നിർദ്ദേശം ഇതിനകം JERCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ റെഗുലേറ്ററി ബോഡി മെയ് 9 പൊതു ഹിയറിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. പൊതുജനവികാരത്തെ സ്വാധീനിക്കുന്ന ഈ വിഷയത്തിൽ വൈദ്യുതി നിരക്ക് വർധനവിന് റെഗുലേറ്ററി ബോഡിയുടെ അനുമതി തേടാനുള്ള നിർദ്ദേശം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗോവയിൽ നടക്കാനിരിക്കുന്ന അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് 2 വർഷം മുൻപാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വർഷത്തിലെ താരിഫ് വർധനയും ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിഎഡ് പ്രവേശനം ഏപ്രിൽ 25 മുതൽ. 2025-26 വർഷത്തേക്കുള്ള ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം ഏപ്രിൽ 25 ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഓൺലൈൻ പ്രവേശന പ്രക്രിയ മെയ് 5 വരെ തുടരും. ഗോവ സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചലർ ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ പരീക്ഷയോ തത്തുല്യമായി അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി സർവകലാശാലയിൽ നിന്നുള്ള തത്തുല്യ ബിരുദമോ കുറഞ്ഞത് 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റി, കൊമേഴ്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം, സയൻസ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷനോടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ബിരുദം, 55% മാർക്കോടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിരുദം എന്നിവ നേടിയിരിക്കണം. 2025-26 വർഷം മുതൽ DED കോഴ്സ് സംസ്ഥാന സർക്കാർ നിർത്തലാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP അനുസരിച്ചാണ് ഈ മാറ്റം. കാൻകയിലെ ഖലാപ് വാഡോയിൽ വ്യാഴാഴ്ച രാത്രി 9:45 6 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചയാൾ നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് കുട്ടിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. തിരക്കേറിയ മബ്സ കലങ്കുത്ത് റോഡിലാണ് സംഭവം. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അജ്ഞാതനായ ഒരാൾ 3ാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കുട്ടിയെ എടുത്ത് താഴേക്ക് പോവുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട സമീപവാസികൾ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കെട്ടിടത്തിൽ CCTV നിരീക്ഷണം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന്, മുഴുവൻ സംഭവവും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ഇത് പ്രതിയെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മബ്സ പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. മോപ്പ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് വർധനവിനെതിരെ ശിവ് വാരിയേഴ്സ് ടാക്സി അസോസിയേഷനുകൾ പ്രതിഷേധിച്ചു. നിലവിലുള്ള പാർക്കിംഗ് ഫീസ് 80 രൂപയിൽ നിന്ന് 200 രൂപയായാണ് GMR കമ്പനി വർദ്ധിപ്പിച്ചത്. കമ്പനി ടാക്സി അസോസിയേഷനോട് അനീതി കാണിച്ചതായി ടാക്സി ഓപ്പറേറ്ററായ തുലാസ്കർ പറഞ്ഞു. ദാബോലിം വിമാനത്താവളത്തിൽ പാർക്കിംഗ് നിരക്കിൽ ഇത്തരം ഒരു വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് സ്വപ്നിൽ മഹാലെ പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും മോപ്പ വിമാനത്താവളം സന്ദർശിച്ച് ടാക്സി ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കണമെന്ന് ടാക്സി ഉടമ പ്രദീപ് പടേക്കർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ഏപ്രിൽ 30-നകം KYC പ്രക്രിയ പൂർത്തിയാക്കാത്ത ഏതൊരു ഗുണഭോക്താവിനും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നിർത്തലാക്കും. വിവിധ പദ്ധതികളിൽ ഗൃഹ ആധാർ, ദയാനന്ദ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്നിവയ്ക്ക് കീഴിൽ പ്രതിമാസം ഗുണഭോക്താവിന് വലിയൊരു പങ്ക് വിതരണം ചെയ്യപ്പെടുന്നു. 2 പദ്ധതികളിലുമായി ആകെ 1,40,000 വീതം ഗുണഭോക്താക്കളുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ DSSS പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ നമ്പർ തെറ്റായി സമർപ്പിച്ചാലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആധാർ നൽകിയാലോ ആ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത്തവണ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സമയപരിധി നീട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മബ്സയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഏപ്രിൽ 20 നടന്ന നാഗ്പുരി യുവജന സാംസ്കാരിക പരിപാടിക്കിടെ നടന്ന വാക്കുതർക്കം ശാരീരിക ഏറ്റുമുട്ടലായി മാറി. ജാർഖണ്ഡ് ആസ്ഥാനമായ ഒരു സംഘം സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് കോളേജ് അധികൃതരുടെ മുൻകൂർ അനുമതി ലഭിച്ചിരുന്നു. 1000 മുതൽ 3000 വരെ ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മദ്യപാനത്തിനോ അവ വിതരണം ചെയ്യുന്നതിനോ അനുമതി നൽകിയിരുന്നില്ല. പരിപാടി സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ മബ്സ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ അരുൺ ജിജയെയും തോജുവിനെയും അറസ്റ്റ് ചെയ്തതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X റിപ്പോർട്ട് ചെയ്യുന്നു.
മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചില പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തതായി പോസ്റ്റ് സൂചിപ്പിക്കുന്നു. പരിപാടിക്ക് ശേഷം കോളേജ് ഗ്രൗണ്ടിൽ ബിയർ കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇത്തരം പ്രവൃത്തികൾ ക്യാമ്പസ് മര്യാദകളുടെ ഗുരുതര ലംഘനമാണെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്നും ABVP വ്യക്തമാക്കി. സംഭവത്തിൽ ഏപ്രിൽ 24-ന് ABVP ഗോവ പ്രതിനിധികളും കൊങ്കൺ സംസ്ഥാന സെക്രട്ടറി രാഹുൽ രജോറിയെയും കോളേജ് അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് സംഭവത്തിൽ ഗുരുതര ആശങ്ക രേഖപ്പെടുത്തി. കോളേജ് അധികൃതർ സംഭവത്തെക്കുറിച്ച് അടിയന്തരവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടു. കോളേജ് മാനേജ്മെന്റ് ഇതുവരെ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.